വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസിൽ KT ജലീലിനെ NIA ചോദ്യം ചെയ്യുന്നത് അവസാനിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം മന്ത്രി NIA ഓഫീസിൽ നിന്ന് മടങ്ങുമെന്നാണ് ഇപ്പോൾ CN പ്രകാശ് നൽകുന്ന വിവരങ്ങൾ. പ്രകാശ്, എപ്പോഴാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായത്? മന്ത്രി ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അല്പം മുമ്പാണ് KT ജലീൽ തന്നെ വാട്സപ്പിലൂടെ ഈ മെസ്സേജ് സ്ഥിരീകരിക്കുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് മന്ത്രി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം പോലീസിന്റെ ക്ലിയറൻസ് ലഭിച്ചാൽ ഉടൻ തന്നെ റോട്ടിലടക്കം പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ക്ലിയറൻസ് ലഭിച്ചാൽ ഉടൻ തന്നെ KT ജലീൽ പുറത്തിറങ്ങും. രാവിലെ 6:30-ക്കാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി NIA ഓഫീസിൽ KT ജലീൽ എത്തിച്ചേർന്നത്. പോലീസിന്റെ സുരക്ഷാ വലയങ്ങൾ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ മന്ത്രി പുറത്തിറങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ പ്രതിപക്ഷ യുവജന മഹിളാ സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി നഗരത്തിന്റെ പല കേന്ദ്രങ്ങളിലും തടിച്ചുകൂടിയിട്ടുണ്ട്. ചെറിയ കൂട്ടങ്ങളായി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറും എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് വലയം തീർത്തിട്ടുണ്ട്. പോലീസ് സുരക്ഷാ വലയം തീർത്തിട്ടുണ്ട്. എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് മന്ത്രി പോകാനുള്ള സാധ്യതയും ലഭിക്കുന്ന സൂചന അങ്ങനെ ലഭിക്കുന്നുണ്ട്. മന്ത്രി വന്നിട്ടുള്ള വാഹനം ഇവിടെ NIA ഓഫീസിനടുത്ത് തന്നെയുണ്ട്. ഏതായാലും മന്ത്രി തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏതാണ്ട് അല്പം മുമ്പാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. 9 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലാണ് NIA നടത്തിയത്. പ്രധാനമായും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹ കുറ്റം, ഒപ്പം തന്നെ മതഗ്രന്ഥങ്ങൾ വിദേശ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാതെ കോൺസുലേറ്റ് വഴി കൊണ്ടുവന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായി മന്ത്രിക്കുള്ള വ്യക്തിപരമായ ബന്ധം, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. അതിനുശേഷമാണ് 9 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം മന്ത്രിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് മന്ത്രി തന്നെ വാട്സപ്പിലൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ഇദ്ദേഹം പുറത്തിറങ്ങും. പോലീസിന്റെ നിർദ്ദേശം ലഭിച്ച ശേഷം മാത്രമായിരിക്കും അതുണ്ടാവുക. പോലീസ് നഗരത്തിൽ പല കേന്ദ്രങ്ങളും വിശേഷിച്ച് ഗസ്റ്റ് ഹൗസിന് അടക്കം എറണാകുളം ഗസ്റ്റ് ഹൗസിലടക്കം വലിയ തോതിൽ പോലീസ് സേന വിന്യസിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയ ശേഷമായിരിക്കും. നേരത്തെ രാവിലെ നടന്ന സമര പ്രതിഷേധത്തിൽ നടത്തിയ നേതാക്കളെ അടക്കം അണികളെ അടക്കം AR ക്യാമ്പിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ മന്ത്രിക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഒരുക്കുക. പ്രതിഷേധ സമരങ്ങൾ അതുണ്ടായാൽ അതിനെ നേരിടാനുള്ള പോലീസ് സംവിധാനവും വലിയ ഒരു പ്രതിഷേധം പുറത്തുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമൊന്നും ഉടൻ പരസ്യമായി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല, അല്ലേ? തീർച്ചയായും നേരത്തെ മുതൽ തന്നെ KT ജലീൽ ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തോട് വിശേഷിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലും വിശദീകരണം നടത്തുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ വിമുഖത കാട്ടിയിരുന്നു. അദ്ദേഹം നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ പോലും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാനുള്ള സാധ്യത ഇനിയും ഇല്ല. പക്ഷേ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലടക്കം വലിയ തോതിലുള്ള മാധ്യമ പടയുണ്ട്, ഒപ്പം തന്നെ പോലീസ് സംവിധാനമുണ്ട്. ഏതായാലും ഉടൻ തന്നെ അദ്ദേഹം പുറത്തിറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും മന്ത്രി ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് വാട്സപ്പ് സന്ദേശത്തിലൂടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രകാശൊപ്പം അദ്ദേഹം എവിടേക്കാണ് പോകുന്നത് എന്ന കാര്യം നമുക്കിപ്പോൾ വ്യക്തമായി പറയാൻ സാധിക്കില്ല എങ്കിലും ആ വന്ന വാഹനം തയ്യാറായി കിടക്കുകയാണോ? അദ്ദേഹത്തിന് ആ വാഹനത്തിൽ തന്നെ പോകാനാണോ സാധ്യത? കളമശ്ശേരി മുൻ MLA യൂസഫിന്റെ സ്വകാര്യ വാഹനത്തിലാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് വേണ്ടി ഇവിടെ രാവിലെ 6:30-ക്ക് NIA ഓഫീസിൽ ഹാജരായത്. അതിനുശേഷം ആ വാഹനം ഇവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ആ വാഹനത്തിൽ പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുമാത്രമല്ല, എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. അതിനുശേഷമായിരിക്കും മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം യൂസഫിന്റെ വീട്ടിലോ കളമശ്ശേരിയിലെ യൂസഫിന്റെ വീട്ടിലോ ആലുവയിലുള്ള ഗസ്റ്റ് ഹൗസിലോ ഇല്ല. അത് മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് സംബന്ധിച്ചും ഒരു വ്യക്തതയും നമ്മുടെ അന്വേഷണത്തിൽ പോലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അദ്ദേഹം വന്ന വാഹനം ഇവിടെ NIA ഓഫീസിന് സമീപത്ത് തന്നെ ഉണ്ട്. അതിനുശേഷം അദ്ദേഹം ഈ വാഹനത്തിൽ തന്നെയാണോ തിരിച്ചു പോവുക, തിരുവനന്തപുരത്തേക്ക് നേരെ തിരിച്ചു പോവുകയാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ പോകും എന്ന വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വലിയ തോതിലുള്ള പോലീസ് സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം അവിടെ എത്തിയാൽ അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ യാത്രയടക്കമുള്ള കാര്യങ്ങൾ നീക്കുക. ഒപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരുപക്ഷെ ചിലപ്പോൾ നാളെയോ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതിനുശേഷമായിരിക്കും അദ്ദേഹം പോവുക. അങ്ങനെയെങ്കിൽ എറണാകുളത്ത് തന്നെ ഗസ്റ്റ് ഹൗസിൽ തന്നെ അദ്ദേഹം തങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതല്ലെങ്കിൽ ഇത്രയേറെ നഗരത്തിൽ പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിൽ ഗസ്റ്റ് ഹൗസിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് കാരണവും ഒരുപക്ഷെ നാളെയും ചോദ്യം ചെയ്യൽ തുടരാനുള്ള സാധ്യത, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ വീണ്ടും ഹാജരാകാനുള്ള സാധ്യത, ആ രണ്ട് സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം എറണാകുളത്ത് തന്നെ തങ്ങാനുള്ള സാധ്യതയും. അതുകൊണ്ട് ഒരുപക്ഷെ നാളെയും ചോദ്യം ചെയ്യൽ തുടരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഏതായാലും ചോദ്യം ചെയ്യൽ 9.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് മന്ത്രി തന്നെ വാട്സപ്പ് സന്ദേശത്തിലൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. പ്രകാശൊപ്പം ഈ
രാവിലെ മുതൽ തന്നെ പലയിടത്തും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. ഈ പോകുന്ന വഴിയിലൊക്കെ പ്രതിഷേധക്കാരെ പ്രതീക്ഷിക്കുക തന്നെ വേണം. അതുകൊണ്ട് അവിടെയുള്ള ഒരു പോലീസ് സന്നാഹം എത്രത്തോളമാണ്? നഗരത്തിൽ പലയിടങ്ങളിലും എറണാകുളം സിറ്റി പോലീസിൻ്റെയും ഒപ്പം തന്നെ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെയും നേതൃത്വത്തിലുള്ള മറ്റ് പോലീസ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ പോലീസ് സേന നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. NIA ഓഫീസിരിക്കുന്ന വിവിധ കേന്ദ്രങ്ങളിലേക്ക് വലിയ തോതിൽ ബാരിക്കേഡ് തീർത്തുകൊണ്ടാണ് പോലീസ് സൈന്യം ഇദ്ദേഹത്തിന് മന്ത്രിക്ക് സംരക്ഷണം ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും പോലീസിൻ്റെ സംരക്ഷണ വലയത്തിലൂടെ അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. ഏതായാലും ഉടൻ തന്നെ അദ്ദേഹം പുറത്തിറങ്ങുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. കാരണം ചോദ്യം ചെയ്യൽ പൂർത്തിയായി ഏറെ നേരം അദ്ദേഹം NIA ഓഫീസിൽ താങ്ങാനുള്ള സാധ്യതയില്ല. ഒപ്പം തന്നെ നഗരത്തിൽ പലയിടങ്ങളിലും പ്രതിഷേധം രാവിലെ ഉണ്ടായിരുന്നു. എറണാകുളം നഗരത്തിലെ കോൺഗ്രസിൻ്റെയും BJPയുടെയും യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എയർ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനി ചെറിയ സംഘങ്ങൾ പലയിടങ്ങളിലുമായി ഒരുപക്ഷെ തമ്പടിച്ച് പ്രതിഷേധം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൂടി കണക്കിലെടുത്ത ശേഷം മാത്രമായിരിക്കും, ആ സുരക്ഷാ വലയങ്ങൾ പൂർണ്ണമായി ഒരുക്കിയ ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക. തീർച്ചയായും എന്താണ് NIA KT ജലീലിനോട് ചോദിച്ചത് എന്നത് തന്നെയാണ് ഇനിയും അറിയാനുള്ളത്. പക്ഷെ അതിന് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. പ്രകാശൊപ്പം മന്ത്രി തന്നെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായതായി അറിയിച്ചത്. അതിനൊപ്പം എന്തെങ്കിലും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നോ? ഇല്ല, അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിനിടയിൽ നൽകിയിട്ടുള്ള വാട്സപ്പ് സന്ദേശം എന്ന് പറയുന്നത് സത്യം ചെയ്യിക്കും. ഒപ്പം തന്നെ ഈ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ആശങ്കകളും അടിസ്ഥാനരഹിതമാകും എന്ന സന്ദേശമാണ് ചോദ്യം ചെയ്യലിന് ഇടയിൽ നൽകിയത്. അല്പം മുമ്പാണ് ഇദ്ദേഹം ന്യൂസ് 18നോട് ഇത് സ്ഥിരീകരിച്ചത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന വാട്സപ്പ് സന്ദേശത്തിലൂടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് KT ജയിലിൽ സ്ഥിരീകരിക്കുന്നത് അല്പം മുമ്പാണ്. ശരി, CN പ്രകാശാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ KT ജലീൽ ചോദ്യം ചെയ്യലിന് ശേഷം NIA ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ്. മാധ്യമപ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ളത്. വലിയ പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. പ്രതിഷേധക്കാർ പുറത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പ്രതിഷേധം പലയിടങ്ങളിലും ശക്തമായി. ഇന്ന് പോലീസ് ലാത്തിചാർജിലേക്കും ജലപീരങ്കി പ്രയോഗത്തിലേക്കും ഒക്കെ നീങ്ങിയിരുന്നു. പോലീസുകാർക്കും പ്രവർത്തകർക്കും പലയിടത്തും പരുക്കുണ്ട്. എന്തായാലും 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്ന് മന്ത്രി KT ജലീൽ തന്നെ ന്യൂസ് 18നോട് പറഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം മന്ത്രി പുറത്തേക്ക് ഇറങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രകാശ്, ചോദ്യം ചെയ്യലിന്റെ ഇന്നത്തെ ഒരു ദിവസം ആദ്യം മുതൽ ഒന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ മുന്നേ തന്നെ പറഞ്ഞതിലും 10 മണിക്ക് ഹാജരാകാൻ പറഞ്ഞെങ്കിലും 6 മണിക്ക് തന്നെ അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഒന്നുകൂടി ഒന്ന് പറയാമോ? എപ്പോഴാണ് അദ്ദേഹം അവിടെ എത്തിയത്? എന്തുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ എത്തിയത്? അത്തരം കാര്യങ്ങൾ. കൊടുത്തോ 6 മണിയോട് കൂടി NIA ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിയത്. ഇന്നലെ രാത്രി വൈകി അദ്ദേഹം കളമശ്ശേരിയിലെത്തുകയും കളമശ്ശേരി മുൻ MLAയും CPIMന്റെ ഏരിയ കമ്മിറ്റി അംഗവുമായ യൂസഫിൻ്റെ സ്വകാര്യ വാഹനം അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരാൻ NIA ഓഫീസിലേക്ക് വരാൻ വേണ്ടി റെസ്റ്റ് ഹൗസിലേക്ക് വേണം എന്ന് ആവശ്യപ്പെടുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ യൂസഫിൻ്റെ സ്വകാര്യ വാഹനത്തിലാണ് രാവിലെ 6 മണിയോടുകൂടി അദ്ദേഹം NIA ഓഫീസിൽ ഹാജരാകുന്നത്. ഏതായാലും അതിനുശേഷം അത് പൂർണ്ണമായും മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് തന്നെയാണ് അദ്ദേഹം ഹാജരാകാൻ ശ്രമിച്ചത്. അതിനുശേഷമാണ് ഒരു മാധ്യമത്തിൻ്റെ ലേഖകന് അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതോടെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 6:30 ആരംഭിക്കുന്നു. അല്പം മുമ്പ് 3:30 ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. ന്യൂസ് 18നോടാണ് മന്ത്രി KT ജലീൽ ഇക്കാര്യം വാട്സപ്പ് സന്ദേശത്തിലൂടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും 9.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം മന്ത്രി പുറത്തേക്കിറങ്ങാനുള്ള സാധ്യത ഏതാണ്ട് പോലീസ് അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണാം. വാഹനം NIA ഓഫീസിൻ്റെ അടുത്തേക്ക് ഇട്ടിരിക്കുന്നു. ഏത് നിമിഷവും മന്ത്രി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ന്യൂസ് 18നോടാണ് മന്ത്രി ഇത് സ്ഥിരീകരിച്ചത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മന്ത്രി KT ജലീൽ അല്പസമയത്തിനകം കൊച്ചിയിലെ NIA ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങും. ചോദ്യം ചെയ്യൽ പൂർത്തിയായതായി മന്ത്രി ന്യൂസ് 18നെ അല്പസമയം മുൻപാണ് വാട്സപ്പ് സന്ദേശത്തിലൂടെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ പോലീസ് വാഹനം തയ്യാറായി കഴിഞ്ഞു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്നും പ്രകാശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
വലിയ പോലീസ് സന്നാഹം തന്നെ NIA ഓഫീസിന് പുറത്തുണ്ട്. വലിയ പ്രതിഷേധം KT ജലീലിനെതിരെ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട വിവിധ സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹം ഹാജരായപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പലയിടത്തും ഉണ്ടായത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തുവരുന്നത്. അല്പസമയം മുമ്പാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. ഏകദേശം 6 മണിക്കൂറാണ് അദ്ദേഹത്തെ NIA ചോദ്യം ചെയ്തത്. നേരത്തെ ED അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടിയ ശേഷമാണ് NIA അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. 10 മണിക്ക് ഓഫീസിൽ ഹാജരാകണം എന്നായിരുന്നു അദ്ദേഹത്തിന് നൽകിയതെങ്കിലും അദ്ദേഹം 6 മണിയോടെ തന്നെ ഇന്ന് അവിടെ എത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആദ്യം മുതലേ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു രീതി അദ്ദേഹം ഇന്ന് പ്രതികരിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമുണ്ട്. വലിയ പോലീസ് കാവലിലാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. സ്വകാര്യ വാഹനത്തിലാണ് അദ്ദേഹം ഇന്ന് അവിടേക്ക് എത്തിയത്. ഇന്നും അവിടേക്ക് എത്തിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തപ്പോഴും അദ്ദേഹം മന്ത്രി വാഹനം ഒഴിവാക്കി, ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയായിരുന്നു പോയത്. ഇന്നും അദ്ദേഹം അങ്ങനെ തന്നെയാണ് ചോദ്യം ചെയ്യലിനായി, NIAയുടെ ചോദ്യം ചെയ്യലിനായും ഹാജരായത്. ഒന്നും മറച്ചു വെക്കാനില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെയും പ്രതികരണം. അല്പസമയത്തിനകം KT ജലീൽ പുറത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. NIA ഓഫീസിന് മുൻപിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. Gracias.